ആലിലം കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഡിസ്ട്രിക്റ്റുമായി സംബന്ധിച്ച കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, അത് നമ്മുടെ സർട്ടിഫിക്കറ്റിനൊക്കെ എത്രയാണ് വാലിഡിറ്റി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കാട്ടും രജിസ്ട്രേഷൻ വിത്ത് ഗിവൻ ഡീറ്റെയിൽസ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാട്ടാറുണ്ട്. അതായത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും അക്ഷയയിലോ എവിടെയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും കാട്ടുന്നുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ആയിരിക്കും കാട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഒരു വൺ ടൈം OTP ചോദിക്കും. അതായത് നമ്മുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏതാണോ ഫോൺ നമ്പർ വെച്ച് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് OTP വരുമ്പോൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് അഡീഷണൽ ആയിട്ടുള്ള നമുക്ക് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷനിൽ നമുക്ക് അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലൂടെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് ചൂസ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ OBC കാറ്റഗറി നോക്കിയിട്ട് ചിലപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. OBC വരുന്നത് നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിലാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ OBCക്കാർക്കുള്ളതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കേട്ടോ. OBC ബാക്കി ക്രിസ്ത്യൻ അങ്ങനെ വരുന്നവർക്കൊക്കെ ഉള്ളത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ പൊസഷനൊക്കെ നമ്മൾ നോക്കാൻ നേരത്ത് പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഓണർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജോയിൻ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ 2 പേരുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ 3 പേരുടെ പേരിലൊക്കെയാണ് ഓണർഷിപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പൊസഷൻ എടുക്കാമെന്ന് ചോദിക്കാറുണ്ട്. 3 പേരുടെ പേരിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നെയിം ഓഫ് ദ പേഴ്സൺ അവിടെ ചോദിക്കുന്നുണ്ടാവും. അവിടെ നമുക്കിപ്പോൾ ആപ്ലിക്കൻറ്റ് 1, ആപ്ലിക്കൻറ്റ് 2, ആപ്ലിക്കൻറ്റ് 3 3 ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അവിടെ ആപ്ലിക്കൻറ്റ് 1 ഒരാളുടെ പേര് എഴുതുക, ആൻഡ് ചേർത്തതിന് ശേഷം ആപ്ലിക്കൻറ്റ് 2 എഴുതുക, അതിനുശേഷം ആൻഡ് ചേർത്തതിന് ശേഷം ആപ്ലിക്കൻറ്റ് 3, ഇങ്ങനെ 3 പേരുടെ നെയിമും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ കൊടുത്താൽ മതിയാവും. പിന്നെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 3 പേരുണ്ട്. അപ്പോൾ ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ്റെ സമയത്ത് അത് ഫെയിൽ ആവുന്നതായിരിക്കും. അപ്പോൾ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ബാക്കി ജനറൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരാളുടെ പേരിൽ ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക കേട്ടോ. ആധാർ നമ്പർ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ നമ്പേഴ്സ് ഒന്നും വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് ബാക്കി കൊടുത്തിട്ട് 3 പേരുടെ പേരിലും പേര് നമ്മൾ നെയിമിൻ്റെ സ്ഥലത്ത് 3 പേരുടെ നെയിമും എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് പൊസിഷനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി ഈ ഡിസ്ട്രിക്റ്റിലെ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 25ഓളം സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിന് ഇപ്പോൾ കാസ്റ്റിന് ഏതാണ് വേണ്ടത്, ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ഏതൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റാണ് വേണ്ടതെന്നുള്ളത്. അഫിഡവിറ്റ് പറയുന്നുണ്ട്, എനി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് ടു പ്രൂവ് കാസ്റ്റ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അഫിഡവിറ്റ് ഒന്നും അത്ര മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ചെയ്ത് കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പറയുന്നത് എനി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് ടു പ്രൂവ് കാസ്റ്റ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, കൺവേർഷൻ സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ്, കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ദ കൺസേൺഡ് അതോറിറ്റി, റേഷൻ കാർഡ്, അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. പിന്നെ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അഫിഡവിറ്റ്,
election ID card and land tax, ration card, school certificate. Destitute certificate, Aadhaar card, election ID card, ration card. Domicile certificate in Aadhaar card, birth certificate, election ID card, ration card, school certificate of parents. Family membership certificate, Aadhaar card, election ID card, ration card. Identification certificate in Aadhaar card, election ID card, ration card, school certificate. അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിന് അഫിഡവിറ്റ്, എനി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് ടു പ്രൂവ് ഇൻകം, ബേസിക് ടാക്സ് റെസീപ്റ്റ്സ്, ലാൻഡ് ടാക്സ്, റേഷൻ കാർഡ്, സാലറി സർട്ടിഫിക്കറ്റ്. ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് എലക്ഷൻ ID കാർഡ്, മിക്സഡ് മാരേജ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്. ലാൻഡ് സർട്ടിഫിക്കറ്റിന് ലാൻഡ് ടാക്സ് റെസീപ്റ്റ്, സെയിൽ ഡീഡ് ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് പർച്ചേസ്, ID പ്രൂഫ്, റെൻറ്റ് എഗ്രിമെൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു 25ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത്രയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വാലിഡിറ്റി എത്രയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എത്ര ഇയർ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ വാലിഡിറ്റി എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷമാണ്, കൺവേർഷൻ സർട്ടിഫിക്കറ്റും ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊടുക്കേണ്ട പർപ്പസാണെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഡെസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റിന് 3 ഇയറാണ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന് ലൈഫ് ലോങ് ആണ് വാലിഡിറ്റി. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് 3 വർഷമാണ്. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് 10 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 വർഷമാണ് കേട്ടോ വാലിഡിറ്റി ഉള്ളൂ. ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറ്റുള്ളൂ. ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് ആണ്. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് ആണ്. നോൺ ക്രീമി ലെയർ 1 ഇയർ ആണ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറ്റുള്ളൂ. 1 ആൻഡ് സെയിം ലൈഫ് ലോങ് ആണ്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സ്പെഷ്യൽ പർപ്പസ് ആണ്. ബാക്കി വരുന്ന എല്ലാം സ്പെഷ്യൽ പർപ്പസ് ആണ് കേട്ടോ. പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, സോൾവൻസി സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, വിഡോവർ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് എത്രയാണ് നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ്. ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് അപ്രൂവ് ആയി കിട്ടാറുണ്ട്. ചിലവർക്ക് അത് 7 ദിവസമൊക്കെ എടുക്കാറുണ്ട്. അത് ഓരോ ഡിപ്പെൻസ് ആണ്. അവിടുത്തെ ഓഫീസിലെ തിരക്കും കാര്യങ്ങളും അവിടുത്തെ ഓഫീസേഴ്സ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 3 വർക്കിംഗ് ഡേയ്സ് ആണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 5 വർക്കിംഗ് ഡേയ്സ് ആണ്. കൺവേർഷൻ സർട്ടിഫിക്കറ്റ് 7 വർക്കിംഗ് ഡേയ്സ് ആണ്. ഡിപ്പെൻഡൻസി 7 ആണ്. ഡെസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് 5 വർക്കിംഗ് ഡേയ്സ് ആണ്. ഡൊമിസൈൽ 3 വർക്കിംഗ് ഡേയ്സ് ആണ്. ഫാമിലി മെമ്പർഷിപ്പ് 6 വർക്കിംഗ് ഡേയ്സ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് 5 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇത്രയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു 2 to 3 or 4 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചിലതിൽ നമുക്ക് ഈ റീവെരിഫിക്കേഷൻ വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്സിംഗ് ഉള്ള കാര്യങ്ങൾ അതിനൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു 2 ഡേയ്സിന് മേളിലൊക്കെ എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതാണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കുന്നത്, അതിൻ്റെ എത്രയാണ് ഡേയ്സ് എടുക്കുന്നത്, നമുക്കത് കിട്ടാന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനുള്ള ആൻസേഴ്സൊക്കെ കിട്ടാൻ വേണ്ടി നോക്കുക. അതിന് നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ലോഗിൻ ഒന്നും ചെയ്യേണ്ട, നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാ ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാ ഡൗട്ട്സിനും ഈ ഡിസ്ട്രിക്റ്റിൽ വരുന്ന എല്ലാ ഡൗട്ട്സിൻ്റെയും ഏകദേശം ആൻസേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.